IC38 എക്സാം വിന്നർ. ഇൻഷുറൻസ് ഏജൻറ്റ്സ് ലൈസൻസിങ് എക്സാമിനുള്ള IC38ൻ്റെ ഒരു പ്രാക്ടീസ് സെഷനാണിത്. ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈസൻസിന് ഒരു പാസിംഗ് ഫോർമുല. IC38 എക്സാം വിന്നർ പ്രാക്ടീസ് സെഷൻ 3 വീഡിയോ സീരീസുകളാണ്. സീരീസ് 1, സീരീസ് 2 ആൻഡ് സീരീസ് 3. സീരീസ് 3. IC38 എക്സാമിൻ്റെ വിശദാംശങ്ങളൊന്ന് നോക്കാം. 50 ചോദ്യങ്ങളടങ്ങിയ 1 മണിക്കൂർ നീളുന്ന എക്സാമാണ്. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതം, ആകെ 50 മാർക്ക്. അതിൽ 18 മാർക്ക് നേടിയാൽ ഇൻഷുറൻസ് ലൈസൻസിന് നിങ്ങൾ അർഹത നേടും. അതുപോലെ തന്നെ എക്സാമിൻ്റെ സിലബസ് ഒന്ന് പരിശോധിക്കാം. സെക്ഷൻ 1 കോമൺ സെക്ഷൻ. ചാപ്റ്ററുകൾ: ചാപ്റ്റർ 1 ഇൻഷുറൻസിന് ആമുഖം, ചാപ്റ്റർ 2 ഉപഭോക്തൃ സേവനം, ചാപ്റ്റർ 3 അന്യായ പരിഹാര മാർഗം, ചാപ്റ്റർ 4 ഇൻഷുറൻസ് ഏജൻറ് റെഗുലേറ്ററി വശങ്ങൾ, ചാപ്റ്റർ 5 ഇൻഷുറൻസിൻ്റെ നിയമപരമായ ഘടകങ്ങൾ. ഇങ്ങനെ 5 ചാപ്റ്ററുകളാണ് സെക്ഷൻ 1 കോമൺ സെക്ഷനിലുള്ളത്. ഈ സെക്ഷനിൽ ഏകദേശം 15 മുതൽ 20 വരെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സെക്ഷൻ 2 ലൈഫ് ഇൻഷുറൻസ് സെക്ഷൻ. ചാപ്റ്റർ 6 ഇൻഷുറൻസിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു, ചാപ്റ്റർ 7 സാമ്പത്തിക ആസൂത്രണം, ചാപ്റ്റർ 8 ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകൾ 1, ചാപ്റ്റർ 9 ലൈഫ് ഇൻഷുറൻസ് പ്ലാനുകൾ 2, ചാപ്റ്റർ 10 ലൈഫ് ഇൻഷുറൻസിൻ്റെ പ്രയോഗങ്ങൾ, ചാപ്റ്റർ 11 ഇൻഷുറൻസ് വിലയിടലും മൂല്യനിർണ്ണയവും, ചാപ്റ്റർ 12 ഡോക്യുമെൻറ്റേഷൻ പ്രപ്പോസൽ ഘട്ടം, ചാപ്റ്റർ 13 ഡോക്യുമെൻറ്റേഷൻ പോളിസി വ്യവസ്ഥകൾ 1, ചാപ്റ്റർ 14 ഡോക്യുമെൻറ്റേഷൻ പോളിസി വ്യവസ്ഥകൾ 2, ചാപ്റ്റർ 15 അണ്ടർ റൈറ്റിംഗ് ആൻഡ് ചാപ്റ്റർ 16 ഇൻഷുറൻസ് പോളിസിയിലെ പേയ്മെൻറ്റ്സ്. ഇങ്ങനെ 6 മുതൽ 16 വരെ വരുന്ന 11 ചാപ്റ്ററുകളാണ് സെക്ഷൻ 2 ലൈഫ് ഇൻഷുറൻസ് സെക്ഷനിലുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഈ സെക്ഷനിൽ നിന്ന് ഏകദേശം 20 മുതൽ 25 വരെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അടുത്ത സെക്ഷൻ 3 ഹെൽത്ത് ഇൻഷുറൻസ് സെക്ഷൻ. ചാപ്റ്റർ 17 ആരോഗ്യ ഇൻഷുറൻസിന് ആമുഖം, ചാപ്റ്റർ 18 ആരോഗ്യ ഇൻഷുറൻസ് ഡോക്യുമെൻറ്റേഷൻ, ചാപ്റ്റർ 19 ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകൾ, ചാപ്റ്റർ 20 ആരോഗ്യ ഇൻഷുറൻസ് അണ്ടർ റൈറ്റിംഗ്, ചാപ്റ്റർ 21 ആരോഗ്യ ഇൻഷുറൻസ് ക്ലെയിമുകൾ. അങ്ങനെ ആകെ 5 ചാപ്റ്ററുകളാണ് സെക്ഷൻ 3 ഹെൽത്ത് ഇൻഷുറൻസ് സെക്ഷനിലുള്ളത്. ഈ സെക്ഷനിൽ ഏകദേശം 10 മുതൽ 15 വരെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. ഈ പ്രാക്ടീസ് സെഷൻ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ കൈകാര്യം ചെയ്യുന്നുള്ളൂ. IC38 സിലബസ് ഷോർട്ട് നോട്ട് വിത്ത് ക്വസ്റ്റ്യൻ ബാങ്കായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭ്യമാണ്. കഴിഞ്ഞ 2.5 വർഷത്തിലേറെയായി ഒട്ടുമിക്ക കമ്പനികളും അവരുടെ അഡ്വൈസേഴ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഈ ബുക്ക് ഒരു തികഞ്ഞ പരീക്ഷാ സഹായിയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറയുന്നു. ഈ സിലബസ് ഒന്ന് വായിച്ചു നോക്കിയ ശേഷം പ്രാക്ടീസ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും കൂടുതൽ ഗുണകരം. കാരണം ഇൻഷുറൻസ് കൺസെപ്റ്റിനെ കുറിച്ച് കൂടുതൽ അടുത്തറിയാനും ഭാവിയിൽ ഉപയോഗപ്പെടുത്താനും ബുക്ക് വായനയ്ക്ക് പകരമാകില്ല ഈ പ്രാക്ടീസ് സെഷൻ എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നു. കാരണം ഇവിടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. IC38 എക്സാമിന് സീരീസ് 3. ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് സെക്ഷൻ 3 ഹെൽത്ത് ഇൻഷുറൻസ് സെക്ഷനിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഈ സെക്ഷൻ കൂടുതൽ ഫലപ്രദമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പേപ്പറിൽ 1 മുതൽ 75 വരെ നമ്പർ എഴുതി വയ്ക്കുക. ഓരോ ചോദ്യവും അതിൻ്റെ ഓപ്ഷനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ ഒരു ടിക്ക് മാർക്ക് ഇടുക. ഓരോ ചോദ്യവും അതിൻ്റെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം എഴുതുക. ആദ്യം ABCD ചോദ്യ നമ്പർ നേരെ എഴുതുക. ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം ശരിയെങ്കിൽ ടിക്ക് മാർക്ക് ഇടുക. അവസാനം ശരിയാവാതെ പോയവ വീണ്ടും കാണാൻ ശ്രമിക്കുക. ചോദ്യം നമ്പർ 1. ഒരു വ്യക്തിയുടെ പൊതുവെയുള്ള ആരോഗ്യത്തിൻ്റെ നിർണായക ഘടകങ്ങളാണ് ഓപ്ഷൻ A ജീവിതശൈലി ഘടകങ്ങൾ, ഓപ്ഷൻ B പരിസ്ഥിതി ഘടകങ്ങൾ, ഓപ്ഷൻ C ജനിതക ഘടകങ്ങൾ, ഓപ്ഷൻ D എല്ലാം ശരിയാണ്. ഒരു വ്യക്തിയുടെ പൊതുവെയുള്ള ആരോഗ്യത്തിൻ്റെ നിർണായക ഘടകങ്ങളാണ്. ശരി ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ D എല്ലാം ശരിയാണ്. ജീവിതശൈലി ഘടകങ്ങൾ, പരിസ്ഥിതി ഘടകങ്ങൾ, ജനിതക ഘടകങ്ങൾ. ചോദ്യം നമ്പർ 2. ഡോക്ടർമാർ, നഴ്സുമാർ, ചെറുകിട ക്ലിനിക്കുകൾ എന്നിവ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു?
ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ പ്രാഥമിക ആരോഗ്യ പരിപാലനം, ഓപ്ഷൻ ബി രണ്ടാം ഘട്ട ആരോഗ്യ പരിപാലനം, ഓപ്ഷൻ സി മൂന്നാം ഘട്ട ആരോഗ്യ പരിപാലനം, ഓപ്ഷൻ ഡി പൊതു ആരോഗ്യ പരിപാലനം. ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ പ്രാഥമിക ആരോഗ്യ പരിപാലനം. അടുത്ത ചോദ്യം നമ്പർ 3. ESICയുടെ പൂർണ്ണരൂപം കേട്ടിട്ടുണ്ടാവും. ESI നോക്കുക. ഓപ്ഷൻ എ എംപ്ലോയീസ് സെൽഫ് ഇൻഷുറൻസ് കമ്പനി, ഓപ്ഷൻ ബി എംപ്ലോയേഴ്സ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഓപ്ഷൻ സി എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ഓപ്ഷൻ ഡി എംപ്ലോയീസ് സെൽഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ESIC കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ചോദ്യം നമ്പർ 4. ESI ആനുകൂല്യത്തിനുള്ള വരുമാന പരിധി എത്രയാണ്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 5000 രൂപ മാസവരുമാനം, ഓപ്ഷൻ ബി 10,000 രൂപയുള്ള മാസവരുമാനം, ഓപ്ഷൻ സി 12,000 രൂപ മാസവരുമാനം, ഓപ്ഷൻ ഡി 15,000 രൂപ മാസവരുമാനം. ESI ആനുകൂല്യത്തിനുള്ള വരുമാന പരിധി ഏതുവരെയുള്ള മാസവരുമാനമുള്ളവരാണ് ESI ആനുകൂല്യത്തിൻ്റെ കീഴിൽ വരിക? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. 15,000 രൂപ മാസവരുമാനമുള്ളവരാണ് ESI ആനുകൂല്യത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അടുത്ത ചോദ്യം നമ്പർ 5. ESI സ്കീമിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംഭാവന എത്രയാണ്? ഓപ്ഷൻ എ ചെലവുകളുടെ 12.5%, ഓപ്ഷൻ ബി ചെലവുകളുടെ 1.75%, ഓപ്ഷൻ സി ചെലവുകളുടെ 4.75%, ഓപ്ഷൻ ഡി ചെലവുകളുടെ 10.5%. നോക്കുക. ചെലവുകളുടെ 12.5% സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംഭാവന. അടുത്ത ചോദ്യം നമ്പർ 6. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഡാഷ്. ഓപ്ഷൻ എ എംപ്ലോയീസ് ഗവൺമെൻറ് ഹെൽത്ത് സ്കീം, ഓപ്ഷൻ ബി CGHS സെൻട്രൽ ഗവൺമെൻറ് സ്കീം, ഓപ്ഷൻ സി സ്റ്റേറ്റ് ഗവൺമെൻറ് ഹെൽത്ത് സ്കീം, ഓപ്ഷൻ ഡി ഒന്നുമല്ല. കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്കായി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി CGHS സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം. അടുത്ത ചോദ്യം 7. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആരോഗ്യ ഇൻഷുറൻസ് ഉൽപ്പന്നം ഏതാണ്? ഓപ്ഷൻ എ എംപ്ലോയീസ് ഗവൺമെൻറ് ഹെൽത്ത് സ്കീം, ഓപ്ഷൻ ബി എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, ഓപ്ഷൻ സി സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം, ഓപ്ഷൻ ഡി മെഡിക്ലെയിം. ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ ആരോഗ്യ ഇൻഷുറൻസ് ഉൽപ്പന്നം. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഡി മെഡിക്ലെയിം. അടുത്ത ചോദ്യം 8. ഏതുതരം ചെലവുകൾക്കാണ് മെഡിക്ലെയിം പരിരക്ഷ നൽകുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ എല്ലാ ചെലവുകൾക്കും, ഓപ്ഷൻ ബി മാരക രോഗങ്ങളുടെ ചികിത്സാ ചെലവുകൾക്ക്, ഓപ്ഷൻ സി സാധാരണ ആശുപത്രി ചെലവുകൾക്ക്, ഓപ്ഷൻ ഡി എല്ലാ ചെലവുകൾക്കും, എല്ലാ ചികിത്സാ ചെലവുകൾക്കും. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി സാധാരണ ആശുപത്രി ചെലവുകൾക്ക്. അടുത്ത ചോദ്യം 9. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ പോളിസി സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കമ്പനിയെ സഹായിക്കുന്നു, ഓപ്ഷൻ ബി പോളിസികൾ വിൽക്കാനുള്ള അംഗീകൃത ഏജൻസി, ഓപ്ഷൻ സി പ്രീമിയം കളക്ട് ചെയ്യാനുള്ള അംഗീകൃത ഏജൻസി, ഓപ്ഷൻ ഡി പോളിസി സേവനങ്ങൾക്കായി കമ്പനിക്കകത്തെ ഒരു സംവിധാനം. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ പോളിസി സേവനങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് കമ്പനിയെ സഹായിക്കുന്നു എന്നതാണ് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്നത്. പോളിസികൾ വിൽക്കാനുള്ള അംഗീകൃത ഏജൻസിയല്ല, പ്രീമിയം കളക്ട് ചെയ്യാനുള്ള അംഗീകൃത ഏജൻസിയല്ല, പോളിസി സേവനങ്ങൾക്ക് കമ്പനിക്കകത്തെ സംവിധാനമല്ല, കമ്പനിക്ക് പുറത്തെ ഒരു സംവിധാനമാണ്. അടുത്ത ചോദ്യം നമ്പർ 10. മതിയായ രേഖകളോടെ ലഭിച്ച പ്രപ്പോസലിന്മേൽ കമ്പനി ഡാഷ് ദിവസത്തിനകം തീരുമാനമെടുക്കണം. ഓപ്ഷൻ എ 10 ദിവസം, ഓപ്ഷൻ ബി 15 ദിവസം, ഓപ്ഷൻ സി 20 ദിവസം, ഓപ്ഷൻ ഡി 30 ദിവസം. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. 15 ദിവസത്തിനകം ലഭിച്ച പ്രപ്പോസലിന്മേൽ കമ്പനി തീരുമാനമെടുത്ത് അറിയിക്കണം പ്രപ്പോസറെ. അടുത്ത ചോദ്യം 11. കോൺട്രാക്റ്റ് പ്രകാരം
ഇൻഷുറൻസ് കമ്പനിക്കുള്ള ബാധ്യതകൾ പരിമിതപ്പെടുത്തുന്നവയാണ് ഡാഷ്. ഒരു കോൺട്രാക്ട് പ്രകാരം ഇൻഷുറൻസ് കമ്പനിക്ക് ചില ബാധ്യതകളുണ്ട്. അതിനെ പരിമിതപ്പെടുത്തുന്നവയാണ് ഡാഷ് എന്ന് പറയുന്നത്. എ ക്ലോസുകൾ, ബി വാറണ്ടികൾ, സി നിബന്ധനകൾ, ഡി ഒന്നുമല്ല. കറക്റ്റ് ഓപ്ഷൻ നോക്കുക, വാറണ്ടികൾ. വാറണ്ടികളാണ് ചില പ്രത്യേക ബാധ്യതകളെ ചില വാറണ്ടികൾ പ്രകാരം പരിമിതപ്പെടുത്തും. അടുത്ത ചോദ്യം 12. ചെക്ക് ഉപയോഗിച്ചാണ് പ്രീമിയം അടക്കുന്നതെങ്കിൽ ശരിയായ പ്രസ്താവന ഏത്? കമ്പനി ചെക്ക് ബാങ്കിൽ നിക്ഷേപിക്കുന്ന തീയതി മുതൽ പരിരക്ഷ ലഭിക്കും. ഓപ്ഷൻ ബി, ചെക്ക് പോസ്റ്റ് ചെയ്ത തീയതി മുതൽ പരിരക്ഷ ലഭിക്കും. ഓപ്ഷൻ സി, കമ്പനിക്ക് ചെക്ക് ലഭിക്കുന്ന തീയതി മുതൽ പരിരക്ഷ ലഭിക്കും. ഓപ്ഷൻ ഡി, പ്രപ്പോസർ ചെക്ക് എഴുതിയ തീയതി മുതൽ പരിരക്ഷ ലഭിക്കും. പ്രീമിയം അടക്കുന്ന ചെക്ക് ഉപയോഗിച്ചാണെങ്കിൽ ഏത് രീതിയിലാണ് ഇൻഷുറൻസ് കമ്പനി കൈകാര്യം ചെയ്യുക? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ചെക്ക് പോസ്റ്റ് ചെയ്ത തീയതി മുതൽ പരിരക്ഷ. ചെക്ക് പോസ്റ്റൽ വഴി അയക്കുകയാണ് ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിലേക്ക് എന്ന് വിചാരിക്കുക. അപ്പോൾ ചെക്ക് പോസ്റ്റ് ചെയ്ത തീയതി മുതലുള്ള പരിരക്ഷ ലഭിക്കും. അതിനിടയ്ക്ക് വരുന്ന ഡിലേ എത്ര ദിവസം എടുക്കും എന്നുള്ളത് അതിനെ ബാധിക്കില്ല. ഏത് ദിവസമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ദിവസം മുതലുള്ള പരിരക്ഷ നൽകാൻ ഇൻഷുറൻസ് കമ്പനി തയ്യാറാകും, അല്ലെങ്കിൽ ബാധ്യസ്ഥമാണ്. അടുത്ത ചോദ്യം 13. വാറണ്ടികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പോളിസിയിൽ പ്രസ്താവിക്കാതെ ഉപയോഗിക്കുന്ന വ്യവസ്ഥ. ഓപ്ഷൻ ബി, പോളിസിയിൽ പ്രസ്താവിച്ചിട്ടുള്ള വ്യവസ്ഥ. ഓപ്ഷൻ സി, പോളിസിയിൽ പ്രസ്താവിച്ചിട്ടുള്ള വ്യവസ്ഥയാണെങ്കിലും പോളിസിയുടെ ഭാഗമല്ല. ഓപ്ഷൻ ഡി, വാറണ്ടി ലംഘിക്കപ്പെട്ടാലും റിസ്കിനെ ബാധിക്കുന്നില്ലെങ്കിൽ ക്ലെയിം നൽകും. വാറണ്ടികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി, പോളിസിയിൽ പ്രസ്താവിച്ചിട്ടുള്ള വ്യവസ്ഥയാണത്. ബാക്കി ബാക്കി പ്രസ്താവനകളൊന്നും ശരിയല്ല. പോളിസിയിൽ പ്രസ്താവിക്കാതെ ഉപയോഗിക്കുന്നതല്ല. പോളിസിയിൽ പ്രസ്താവിച്ചിട്ടുള്ള വ്യവസ്ഥയാണ്, പോളിസിയുടെ ഭാഗവുമാണ്. അതുകൊണ്ട് സി എന്ന ഓപ്ഷനും ശരിയല്ല. വാറണ്ടി ലംഘിക്കപ്പെട്ടാലും റിസ്കിനെ ബാധിക്കുന്നില്ലെങ്കിൽ ക്ലെയിം നൽകും എന്ന പ്രസ്താവനയും ശരിയല്ല. വാറണ്ടി ലംഘിക്കപ്പെട്ടാൽ അതിനനുസരിച്ചിട്ടുള്ള ചില നിബന്ധനകൾ പരിഗണിച്ചിട്ട് മാത്രമേ ക്ലെയിം പ്രോസസ്സ് ചെയ്യുകയുള്ളൂ. അടുത്ത ചോദ്യം 14. പോളിസി കാലാവധി, ചട്ടങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയിൽ മാറ്റം വരുത്താൻ ഡോക്യുമെൻറ്റിൽ വരുത്തുന്ന ഭേദഗതികളാണ് ഡാഷ് എന്നറിയപ്പെടുന്നത്. ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ വാറണ്ടി, ഓപ്ഷൻ ബി എൻഡോസ്മെൻറ്റ്, ഓപ്ഷൻ സി ഓൾട്ടറേഷൻ, ഓപ്ഷൻ ഡി ഒന്നും ശരിയല്ല. പോളിസി കാലാവധി, ചട്ടങ്ങൾ, വ്യവസ്ഥകൾ എന്നിവയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ കഴിയും പോളിസിക്കകത്ത്. ചില മാറ്റങ്ങൾ അനുവദനീയമാണ്. അത്തരം മാറ്റങ്ങൾ എങ്ങനെ വരുത്തും? നോക്കുക. എൻഡോസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പോളിസിക്ക് പുറത്തോ അല്ലെങ്കിൽ മറ്റൊരു പേപ്പറിലോ എഴുതിയിട്ട് അത് പോളിസിയുടെ ഭാഗമാക്കി അറ്റാച്ച് ചെയ്ത് വെക്കും. പോളിസിയുടെ ഭാഗമായിട്ടുള്ള ഒരു കണ്ടീഷനായി മാറും പിന്നീടത്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എൻഡോസ് ചെയ്യുക എന്ന് പറയും. അങ്ങനെ എൻഡോസ് ചെയ്തിട്ടാണ് ചില വ്യവസ്ഥകളിൽ ചെയ്യാൻ പറ്റിയ മാറ്റങ്ങൾ ചെയ്യുന്നത്. അടുത്ത ചോദ്യം നമ്പർ 15. പോളിസി പുതുക്കൽ നോട്ടീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ശ്രദ്ധിക്കുക. പോളിസി കാലാവധി തീരുന്നതിന് 30 ദിവസം മുമ്പ് ഇൻഷുർഡ് പുതുക്കൽ നോട്ടീസ് അയക്കണമെന്നത് കമ്പനിയുടെ നിയമപരമായ ബാധ്യതയാണ്. ഓപ്ഷൻ ബി, പോളിസി കാലാവധി തീരുന്നതിന് 15 ദിവസം മുമ്പ് ഇൻഷുർഡിന് പുതുക്കൽ നോട്ടീസ് അയക്കണമെന്നത് കമ്പനിയുടെ നിയമപരമായ ബാധ്യതയാണ്. ഓപ്ഷൻ സി നോക്കുക. പോളിസി കാലാവധി തീരുന്നതിന് 7 ദിവസം മുമ്പ് ഇൻഷുർഡിന് പുതുക്കൽ നോട്ടീസ് അയക്കണമെന്നത് കമ്പനിയുടെ നിയമപരമായ ബാധ്യതയാണ്. അതുപോലെ ഓപ്ഷൻ ഡി, ഇൻഷുർഡിന് പോളിസി പുതുക്കൽ നോട്ടീസ് അയക്കണമെന്ന യാതൊരു നിയമപരമായ ബാധ്യതയും കമ്പനിക്കില്ല എന്നാണ് ഡി ഓപ്ഷൻ പറയുന്നത്. പോളിസി പുതുക്കൽ നോട്ടീസുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഡി, ഇൻഷുർഡിന് പോളിസി പുതുക്കൽ നോട്ടീസ് അയക്കണമെന്ന യാതൊരു നിയമപരമായ ബാധ്യതയും കമ്പനിക്കില്ല. എന്നാൽ കമ്പനികൾ ഇത് ചെയ്യുന്നുണ്ട്. അത് അവരുടേതായ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം വെച്ചിട്ട് ചെയ്യുന്നു എന്നല്ലാതെ നിയമപരമായിട്ട് അത്തരം ബാധ്യതകൾ ഒരു ഇൻഷുറൻസ് കമ്പനിക്കും ഇല്ല. പോളിസി പ്രീമിയം അടക്കാനുള്ള ഡേറ്റ് ഓർമ്മിക്കുക, ഡേറ്റിന് പ്രീമിയം അടക്കുക എന്നുള്ളത് പോളിസി ഉടമയുടെ ഉത്തരവാദിത്തമായിട്ടാണ് നിയമം കാണുന്നത്. അടുത്ത ചോദ്യം 16. ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങൾ നൽകുന്നതിന് ഇൻഷുറൻസ് കമ്പനി ഉപയോഗിക്കുന്ന ഔദ്യോഗിക ഡോക്യുമെൻറ്റുകളാണ് ഡാഷ്.
ഓപ്ഷൻ എ പ്രപ്പോസൽ ഫോം, ഓപ്ഷൻ ബി പോളിസി ബോണ്ട്, ഓപ്ഷൻ സി ബ്രോഷർ, ഓപ്ഷൻ ഡി പ്രോസ്പെക്ടസ്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഓപ്ഷൻ ഡി പ്രോസ്പെക്ടസ്. അടുത്ത ചോദ്യം 17. ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ തെളിവാണ് ഡാഷ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ ഡിക്ലറേഷൻ, ഓപ്ഷൻ ബി പ്രപ്പോസൽ ഫോം, ഓപ്ഷൻ സി പോളിസി ബോണ്ട്, ഓപ്ഷൻ ഡി പ്രോസ്പെക്ടസ്. ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ തെളിവാണ് ഡാഷ്. കറക്റ്റ് ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ സി പോളിസി ബോണ്ട്. നമുക്ക് ലഭിക്കുന്ന പോളിസി, അതാണ് ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ തെളിവ്. ഡോക്യുമെൻ്ററി എവിഡൻസ് ഓഫ് ഇൻഷുറൻസ് കോൺട്രാക്റ്റ് എന്ന് പറയാം. അടുത്ത ചോദ്യം 18. പോളിസിയിൽ സങ്കീർണ ഭാഷ ഉപയോഗിച്ചിരിക്കുകയും അത് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്താൽ പൊതുവെ ഡാഷിന് അനുകൂലമായി വ്യാഖ്യാനിക്കപ്പെടും. ഓപ്ഷൻ നോക്കുക. ഇൻഷുറൻസ് കമ്പനിക്ക് അനുകൂലമായി, ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് അനുകൂലമായി, ഇൻഷുറൻസ് ഏജൻറ്റിന് തീരുമാനിക്കാം, ഇൻഷുറൻസ് കമ്പനിയുടെ മാനേജർക്ക് തീരുമാനിക്കാം. സങ്കീർണ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു, അത് പോളിസി ഉടമയ്ക്കോ അല്ലെങ്കിൽ ഇൻഷുർഡിന് ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്നു എന്ന് മനസ്സിലായാൽ നിയമപരമായിട്ട് സമീപിച്ചാൽ അത്, ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കണം. ഇൻഷുറൻസ് കമ്പനിക്കല്ല, ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് അനുകൂലമായിട്ട് വ്യാഖ്യാനിക്കണം. അടുത്ത ചോദ്യം 19. IRDA നിഷ്കർഷിച്ചിരിക്കുന്ന പ്രകാരം ദീർഘകാല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ കുറഞ്ഞത് ഡാഷ് വർഷത്തേക്ക് പ്രീമിയം വർധന പാടില്ല. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ ഓപ്ഷൻ ശ്രദ്ധിക്കുക. 2 വർഷത്തേക്ക്, ഓപ്ഷൻ ബി 4 വർഷത്തേക്ക്, ഓപ്ഷൻ സി 5 വർഷത്തേക്ക്, ഓപ്ഷൻ ഡി 3 വർഷത്തേക്ക്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഓപ്ഷൻ ഡി 3 വർഷത്തേക്ക് പ്രീമിയം വർധന പാടില്ല എന്ന് IRDA നിഷ്കർഷിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം 20. ഹോസ്പിറ്റലൈസേഷൻ ഇൻഡംനിറ്റി പദ്ധതിയുടെ ആനുകൂല്യം എന്ത്? ഹോസ്പിറ്റലൈസേഷൻ ഇൻഡംനിറ്റി പദ്ധതിയുടെ ആനുകൂല്യം എന്ത്? ഓപ്ഷൻ എ ആശുപത്രി ചെലവുകളുടെ 50% പരിരക്ഷ, ഓപ്ഷൻ ബി ആശുപത്രി ചെലവുകളുടെ 75% പരിരക്ഷ, ഓപ്ഷൻ സി ഹോസ്പിറ്റലൈസേഷൻ മൂലമുള്ള യഥാർത്ഥ ചെലവുകൾക്കുള്ള പരിരക്ഷ, ഓപ്ഷൻ ഡി ചില പ്രത്യേക രോഗചികിത്സാ ചെലവുകൾക്ക് മുഴുവനുമായുള്ള പരിരക്ഷ. ഹോസ്പിറ്റലൈസേഷൻ ഇൻഡംനിറ്റി പദ്ധതി, ഇൻഡംനിറ്റി എന്ന് പറഞ്ഞാൽ നഷ്ടപരിഹാരം എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡംനിറ്റിയെ ബേസ് ചെയ്തുകൊണ്ടാണ് ജനറൽ ഇൻഷുറൻസിൻ്റെ കോൺസെപ്റ്റ് നിലനിൽക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ നോക്കുക. ഹോസ്പിറ്റലൈസേഷൻ മൂലമുള്ള യഥാർത്ഥ ചെലവുകൾക്കുള്ള പരിരക്ഷ. എന്താണോ യഥാർത്ഥ ചെലവ് അത് നൽകുക എന്നുള്ളതാണ് ഇൻഡംനിറ്റി പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിന് ചില നിബന്ധനകളുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നീട് സി ആണ് കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം 21. നിശ്ചിത ആനുകൂല്യ പരിരക്ഷകളുമായി, അതായത് ബെനിഫിറ്റ് പ്ലാൻസ്, അതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഹോസ്പിറ്റലൈസേഷൻ മൂലമുള്ള യഥാർത്ഥ ചെലവുകളുടെ നിശ്ചിത ശതമാനം നൽകുന്നവ, ഓപ്ഷൻ ബി ഹോസ്പിറ്റലൈസേഷൻ മൂലമുള്ള യഥാർത്ഥ ചെലവുകൾ നൽകുന്നവ, ഓപ്ഷൻ സി ഹോസ്പിറ്റലൈസേഷൻ മൂലമുള്ള യഥാർത്ഥ ചെലവുകൾ പരിഗണിക്കാതെ ഒരു നിശ്ചിത തുക നൽകുന്നവ. ഓപ്ഷൻ ഡി പറയുന്നു ഒന്നും ശരിയല്ലെന്ന്. നിശ്ചിത ആനുകൂല്യ പരിരക്ഷകളാണ് ബെനിഫിറ്റ് പ്ലാൻസ്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഹോസ്പിറ്റലൈസേഷൻ മൂലമുള്ള യഥാർത്ഥ ചെലവുകൾ പരിഗണിക്കാതെ ഒരു നിശ്ചിത തുക നൽകുന്നവയാണ് ബെനിഫിറ്റ് പ്ലാൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം 22. ആശുപത്രിയിൽ അഡ്മിറ്റാകാതെ ചില നിബന്ധനകൾക്ക് വിധേയമായി വീട്ടിൽ തന്നെ ചികിത്സിക്കുന്നതിനുള്ള മെഡിക്കൽ ചെലവുകളാണ് ഓപ്ഷൻ എ പ്രീ ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ, ഓപ്ഷൻ ബി പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ, ഓപ്ഷൻ സി ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ, ഓപ്ഷൻ ഡി ഒന്നുമല്ല. ആശുപത്രിയിൽ അഡ്മിറ്റാകാതെ ചില നിബന്ധനകൾക്ക് വിധേയമായി വീട്ടിൽ തന്നെ ചികിത്സിക്കുന്നതിനുള്ള മെഡിക്കൽ ചെലവുകൾ, ഇത്തരം ചെലവുകൾക്ക് പരിരക്ഷയുമുണ്ട്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾ, ചില നിബന്ധനകളുണ്ട്. അതായത് രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തക്കവണ്ണമുള്ള സംവിധാനം ഇല്ലാതിരിക്കുക, ഹോസ്പിറ്റലിൽ രോഗിയെ അഡ്മിറ്റ് ചെയ്യാനുള്ള റൂം ഫെസിലിറ്റി അല്ലെങ്കിൽ കിടക്ക അതുപോലുള്ള സൗകര്യങ്ങൾ ലഭ്യമല്ലാതിരിക്കുക, രോഗിക്കാണെങ്കിൽ അത്യാവശ്യ ചികിത്സ വേണ്ടി വരുന്ന ഒരവസ്ഥയുമുണ്ട് എന്നുള്ള അവസ്ഥയിൽ വേണമെങ്കിൽ വീട്ടിനകത്ത് തന്നെ
വീട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ ചികിത്സിക്കാം. അത്തരം എക്സ്പെൻസുകൾ ഡൊമിസിലറി ഹോസ്പിറ്റലൈസേഷൻ ചെലവ് എന്ന രീതിയിൽ പെടുകയും അതിന് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജുമുണ്ട്. അടുത്ത ചോദ്യം 23. ആക്സിഡൻറ്റ് മൂലമുള്ള ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിമുകൾക്ക് ഓപ്ഷൻ ശ്രദ്ധിക്കുക. 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് മതിയാകും. 15 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് മതിയാകും. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലെ വെയിറ്റിംഗ് പീരീഡ് വേണമെന്ന നിബന്ധന ബാധകമല്ല. ഓപ്ഷൻ ഡി, പോളിസി എടുത്ത് 30 ദിവസത്തിനകത്താണെങ്കിൽ ആനുകൂല്യം കിട്ടില്ല. ആക്സിഡൻറ്റ് മൂലമുള്ള ഹോസ്പിറ്റലൈസേഷൻ ക്ലെയിമുകളുടെ കാര്യമാണ് ചോദിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിലെ വെയിറ്റിംഗ് പീരീഡ് വേണമെന്ന നിബന്ധന ബാധകമല്ല. സാധാരണ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികളിൽ 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് വേണമെന്ന നിബന്ധനയുണ്ട്. അതായത് അതിനകത്ത് ക്ലെയിം വന്നു കഴിഞ്ഞാൽ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ചെലവുകൾ പരിരക്ഷയിൽ അകത്ത് പെടില്ല. 30 ദിവസത്തിന് ശേഷമുള്ള ഇൻഷുറൻസ് ക്ലെയിമുകൾ മാത്രമേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. അത്തരം നിബന്ധന ആക്സിഡൻറ്റിൻ്റെ കാര്യത്തിൽ ബാധകമല്ല എന്നാണ് പറയുന്നത്. കാരണം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്ത് 30 ദിവസത്തിനകത്ത് വരുന്ന കാലയളവിൽ തന്നെ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലൈസേഷൻ വന്നു കഴിഞ്ഞാൽ ആ ചെലവുകൾക്ക് പരിരക്ഷ ഉണ്ടാകും. അടുത്ത ചോദ്യം 24. ഫാമിലി ഫ്ലോട്ടർ പോളിസികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ നോക്കുക. വ്യത്യസ്ത ഫാമിലികളെ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നു. ഓപ്ഷൻ ബി, ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കുടുംബത്തിലെ എല്ലാവർക്കും പരിരക്ഷ തരുന്ന തരം പദ്ധതികൾ. ഓപ്ഷൻ സി, ഒരു കുടുംബത്തിലെ എല്ലാവർക്കും വ്യത്യസ്ത ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ പരിരക്ഷ തരുന്നു. ഓപ്ഷൻ ഡി ഒന്നും ശരിയല്ല. ഫാമിലി ഫ്ലോട്ടർ. ഏതാണ് ശരിയായ പ്രസ്താവന? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി, ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ കുടുംബത്തിലെ എല്ലാവർക്കും പരിരക്ഷ തരുന്ന പദ്ധതികൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരൊറ്റ പോളിസിയായിട്ട് കമ്പനി ഇഷ്യൂ ചെയ്യുന്നു. അതാണ് ഫാമിലി ഫ്ലോട്ടർ സംവിധാനം. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം നമ്പർ 25. ഫാമിലി ഫ്ലോട്ടർ പോളിസികളിൽ പ്രീമിയം തീരുമാനിക്കുന്നത് ഡാഷ് അടിസ്ഥാനമാക്കിയാണ്. ഓപ്ഷൻ എ, ഏറ്റവും പ്രായം കുറഞ്ഞയാളുടെ വയസ്സ്. ബി, ഏറ്റവും പ്രായം കൂടിയ ആളുടെ വയസ്സ്. സി, ഏറ്റവും പ്രായം കൂടിയ സ്ത്രീയുടെ വയസ്സ്. ഡി, എല്ലാ മെമ്പർമാരുടെയും വയസ്സിൻ്റെ ആകെത്തുക. ഒരു ഫാമിലിയിലെ എല്ലാവരും ഉണ്ടാവും ആ പോളിസിയിലെ മെമ്പർമാരായിട്ട്. എല്ലാവർക്കും പരിരക്ഷയും ഉണ്ടാകും. അതിൻ്റെ പ്രീമിയം എങ്ങനെയാണ്, ഏതിനടിസ്ഥാനമാക്കിയാണ് തീരുമാനിക്കുന്നത് എന്നാണ് ചോദ്യം. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഏറ്റവും പ്രായം കൂടിയ ആളുടെ വയസ്സ് അടിസ്ഥാനമാക്കിയാണ് പ്രീമിയം തീരുമാനിക്കപ്പെടുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കും ഇൻഷുറൻസ് അപ്ഡേറ്റുകൾക്കും ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. IC38 സെക്ഷൻ 1, സെക്ഷൻ 2 എന്നിവയുടെ പ്രാക്ടീസിന് IC38 എക്സാമിന് സീരീസ് 1ഉം സീരീസ് 2ഉം കാണുക. അടുത്ത ചോദ്യം 26. ഫാമിലി ഫ്ലോട്ടർ പോളിസിയുടെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഒന്നിലധികം തവണ ക്ലെയിമുകൾ ചെയ്യാം. ഓപ്ഷൻ ബി, ക്ലെയിമുകളുടെ ആകെത്തുക കവറേജ് തുകയിൽ കൂടാൻ പാടില്ല. ഓപ്ഷൻ സി, ഒരാൾക്ക് ഒന്നിലധികം തവണ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻ ഡി, എല്ലാവർക്കും വെവ്വേറെ പോളിസികൾ എടുക്കുന്നതിനേക്കാൾ ലാഭകരമായിരിക്കും ഫാമിലി ഫ്ലോട്ടർ പോളിസി. ഫാമിലി ഫ്ലോട്ടർ പോളിസിയുടെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി, ഒരാൾക്ക് ഒന്നിലധികം തവണ ക്ലെയിം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്. ഒരാൾക്ക് തന്നെ പലതവണ ക്ലെയിം ചെയ്യാം. ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം 27. സീനിയർ സിറ്റിസൺ പോളിസിയിൽ ഇൻഷുറൻസ് തുക ഡാഷ് ആയി നിജപ്പെടുത്തിയിരിക്കുന്നു. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 25,000 മുതൽ 2 ലക്ഷം വരെ. ഓപ്ഷൻ ബി 1 ലക്ഷം മുതൽ 5 ലക്ഷം വരെ. ഓപ്ഷൻ സി 50,000 മുതൽ 5 ലക്ഷം വരെ. ഓപ്ഷൻ ഡി 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ. സീനിയർ സിറ്റിസൺ പോളിസിയിലെ ഇൻഷുറൻസ് തുക കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി 50,000 മുതൽ 5 ലക്ഷം വരെയായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം 28. ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും വലിയ റിസ്ക്കാണ് ഡാഷ്. ഓപ്ഷൻ എ, ആനുകൂല്യങ്ങളുടെ അനാവശ്യമായതും കാരണമില്ലാത്തതുമായ ഉപയോഗം. ഓപ്ഷൻ ബി, അപ്രതീക്ഷിതമായ കൂടിയ തുകയ്ക്കുള്ള ക്ലെയിമുകൾ.
ഓപ്ഷൻ സി നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളുടെ സഹകരണം. ഓപ്ഷൻ ഡി ഉയർന്ന ചികിത്സാ ചെലവുകൾ. ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് ഇൻഷുറൻസ് കമ്പനികൾ നേരിടുന്ന ഏറ്റവും വലിയ റിസ്ക് ഏതാണ് എന്നാണ് ചോദ്യം. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ആനുകൂല്യങ്ങളുടെ അനാവശ്യമായതും കാരണമില്ലാത്തതുമായ ഉപയോഗം. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്നതിൻ്റെ പേരിൽ കൂടിയ ചികിത്സാ ചെലവുകളുള്ള ഹോസ്പിറ്റലുകളിൽ പോവുക, സാധാരണ റൂമുകൾക്ക് പകരം AC റൂമുകളിൽ താമസിക്കുക, അങ്ങനെ വ്യത്യസ്ത രീതിയിൽ അനാവശ്യ ചെലവുകളിലേക്ക് എത്തുന്നു എന്നുള്ളത് ഈ ഒരു പരിധിവരെ ഇൻഷുറൻസ് ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ ചെയ്യുന്നത് എന്നത് ഒരു ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു റിസ്ക്കാണ്. അടുത്ത ചോദ്യം 29. ക്രിട്ടിക്കൽ ഇൽനെസ് ഗുരുതര രോഗ പ്ലാനുകൾ ഡാഷിന് ഉദാഹരണമാണ്. ക്രിട്ടിക്കൽ ഇൽനെസ് പ്ലാനുകൾ. ഓപ്ഷൻ എ കോംബോ ഉൽപ്പന്നങ്ങൾ. ഓപ്ഷൻ ബി ഹോസ്പിറ്റലൈസേഷൻ ഇൻഡെംനിറ്റി പ്ലാൻസ്. ഓപ്ഷൻ സി ഫിക്സഡ് ബെനിഫിറ്റ് പരിരക്ഷകൾ. ഓപ്ഷൻ ഡി ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ്. ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെ ഗുരുതര രോഗ പ്ലാനുകൾ ഡാഷിന് ഉദാഹരണമാണ്. നോക്കുക, ഓപ്ഷൻ സി ഫിക്സഡ് ബെനിഫിറ്റ് പരിരക്ഷകൾ. അടുത്ത ചോദ്യം നമ്പർ 30. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങളുടെ സംയോജിത രൂപമായ പദ്ധതികളാണ് ഡാഷ്. ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പദ്ധതികളുടെ ഒരു സംയോജിത രൂപമായ പദ്ധതികളാണ് ഡാഷ്. ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ഫ്ലോട്ടർ പ്ലാൻസ്. ഓപ്ഷൻ ബി ഹോസ്പിറ്റൽ ഡെയിലി ക്യാഷ്. ഓപ്ഷൻ സി കോംബോ ഉൽപ്പന്നങ്ങൾ. ഓപ്ഷൻ ഡി ഫിക്സഡ് ബെനിഫിറ്റ് പരിരക്ഷകൾ. ഓപ്ഷൻ ശ്രദ്ധിക്കുക. കോംബോ ഉൽപ്പന്നങ്ങൾ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം നമ്പർ 31. വ്യത്യസ്ത പരീക്ഷകൾ ഒരു ഡോക്യുമെൻറ്റിൽ സമന്വയിപ്പിച്ച് നൽകുന്ന പോളിസികളാണ് ഡാഷ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ഫിക്സഡ് ബെനിഫിറ്റ് പരിരക്ഷകൾ. ഓപ്ഷൻ ബി ഹോസ്പിറ്റലൈസേഷൻ ഇൻഡെംനിറ്റി പ്ലാൻസ്. ഓപ്ഷൻ സി ഫ്ലോട്ടർ പ്ലാൻസ്. ഓപ്ഷൻ ഡി പാക്കേജ് പോളിസികൾ അല്ലെങ്കിൽ അംബ്രല്ല പരിരക്ഷകൾ എന്നറിയപ്പെടുന്നവ. വ്യത്യസ്ത പരിരക്ഷകൾ ഒരു ഡോക്യുമെൻറ്റിൽ സമന്വയിപ്പിച്ച് നൽകുന്ന പോളിസികളാണ് ഡാഷ്. ശരി ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഡി പാക്കേജ് പോളിസികൾ അല്ലെങ്കിൽ അംബ്രല്ല പരിരക്ഷകൾ എന്നും അറിയപ്പെടും. അടുത്ത ചോദ്യം 32. മൈക്രോ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ എ കുറഞ്ഞ വരുമാനക്കാരുടെ സംരക്ഷണം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളാണ്. ഓപ്ഷൻ ബി മൈക്രോ ഇൻഷുറൻസ് പദ്ധതികൾ മിതമായ പ്രീമിയം നിരക്കുള്ളവയാണ്. ഓപ്ഷൻ സി മൈക്രോ ഇൻഷുറൻസ് പദ്ധതികൾ നൽകുന്ന പരമാവധി പരിരക്ഷ 1,00,000 രൂപയാണ്. ഓപ്ഷൻ ഡി ജൻ ആരോഗ്യ ബീമ പോളിസി ഉദാഹരണമാണ്. മൈക്രോ ഇൻഷുറൻസിൻ്റെ കാര്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ സി മൈക്രോ ഇൻഷുറൻസ് പദ്ധതികൾ നൽകുന്ന പരമാവധി പരിരക്ഷ 1,00,000 രൂപയാണ് എന്നുള്ളത് തെറ്റാണ്. അടുത്ത ചോദ്യം 33. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന PMSBY ഇതിൽ ചേരാനുള്ള മാനദണ്ഡം എന്ത്? ഓപ്ഷൻ എ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവർക്കും. ഓപ്ഷൻ ബി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുള്ള 18-നും 70-നും മധ്യേ പ്രായമുള്ള എല്ലാവർക്കും. ഓപ്ഷൻ സി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുള്ള 15-നും 80-നും മധ്യേ പ്രായമുള്ള എല്ലാവർക്കും. ഓപ്ഷൻ ഡി ക്രെഡിറ്റ് കാർഡുള്ള 18-നും 70-നും മധ്യേ പ്രായമുള്ള എല്ലാവർക്കും. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുള്ള 18-നും 70-നും മധ്യേ പ്രായമുള്ള എല്ലാവർക്കും ചേരാം. അടുത്ത ചോദ്യം നമ്പർ 34. വ്യക്തിഗത അപകട പരിരക്ഷയിൽ അതായത് PA പോളിസികൾ സം അഷ്യൂർഡ് തീരുമാനിക്കുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ത്? ഓപ്ഷൻ എ പ്രപ്പോസറുടെ മാസ വരുമാനം. ഓപ്ഷൻ ബി പ്രപ്പോസറുടെ വാർഷിക വരുമാനം. ഓപ്ഷൻ സി പ്രപ്പോസറുടെ വയസ്സ്. ഓപ്ഷൻ ഡി പ്രപ്പോസറുടെ ജോലി. PA പോളിസികളിൽ അല്ലെങ്കിൽ വ്യക്തിഗത അപകട പരിരക്ഷയിൽ സം അഷ്യൂർഡ് തീരുമാനിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്ത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ പ്രപ്പോസറുടെ മാസ വരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സം അഷ്യൂർഡ് തീരുമാനിക്കുന്നത്. അടുത്ത ചോദ്യം 35. മാലസ് എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ എ
കുറഞ്ഞ ക്ലെയിം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോളിസി പുതുക്കുമ്പോൾ അനുവദിക്കുന്ന ഡിസ്കൗണ്ട്. ഓപ്ഷൻ ബി, കൂടിയ ക്ലെയിം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോളിസി പുതുക്കുമ്പോൾ ഈടാക്കുന്ന അധിക ചാർജ്. ഓപ്ഷൻ സി, അധിക റിസ്കിനുള്ള അധിക പ്രീമിയം. ഓപ്ഷൻ ഡി, നോ ക്ലെയിം ഡിസ്കൗണ്ട്. മാലസ് എന്താണ് അർത്ഥമാക്കുന്നത്? കറക്റ്റ് ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ ബി, കൂടിയ ക്ലെയിം അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോളിസി പുതുക്കുമ്പോൾ ഈടാക്കുന്ന അധിക ചാർജ്. വളരെ കൂടിയ ക്ലെയിമുകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷമെങ്കിൽ പോളിസി പുതുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധിക റിസ്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കമ്പനി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈടാക്കുന്ന അധിക ചാർജാണ് മാലസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 36. ഹെൽത്ത് പോളിസികളുമായി ബന്ധപ്പെട്ട ക്യാഷ്ലെസ് സേവനങ്ങളിൽ ഓപ്ഷൻ എ, TPA നേരിട്ട് ഹോസ്പിറ്റൽ ബിൽ അടക്കുന്നു. ഓപ്ഷൻ ബി, ഇൻഷുറൻസ് കമ്പനി TPAക്ക് ബിൽ തുക കൈമാറുന്നു. ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റൽ ബിൽ അടക്കുന്നു. ഓപ്ഷൻ സി. ഓപ്ഷൻ ഡി, TPA നേരിട്ട് ഹോസ്പിറ്റൽ ബിൽ ഇൻഷുർഡിന് നൽകുന്നു. ഹെൽത്ത് പോളിസികളുമായി ബന്ധപ്പെട്ട ക്യാഷ്ലെസ് സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ബില്ല് അടക്കേണ്ടതില്ല. ഇൻഷുർഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ബാക്കി പേപ്പറുകൾ സബ്മിറ്റ് ചെയ്ത് ഫോർമാലിറ്റി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പൈസ അടക്കാതെ ഡിസ്ചാർജ് ചെയ്യും. ആ പൈസ എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്? കറക്റ്റ് ഓപ്ഷൻ നോക്കുക. ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റലിൽ ബില്ലടക്കുന്നു. TPA അല്ല അടക്കുന്നത്. TPA എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ. TPA അല്ല അടക്കുന്നത്. ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റലിൽ അടക്കുന്നു. പേപ്പറുകളും അല്ലെങ്കിൽ അതിന് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളും എല്ലാം നോക്കുന്നത് TPA ആണ്. അടുത്ത ചോദ്യം 37. ഇൻഷുറൻസ് വാങ്ങിയ ശേഷം റിസ്ക്കുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള പ്രേരണ വർദ്ധിക്കുന്നത് ഡാഷിന് ഉദാഹരണമാണ്. ഓപ്ഷൻ എ, തൊഴിൽ വിപത്ത് അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ ഹസാർഡ്. ഓപ്ഷൻ ബി, ധാർമ്മിക വിപത്ത് അല്ലെങ്കിൽ മോറൽ ഹസാർഡ്. ഓപ്ഷൻ സി, പേഴ്സണൽ ഹസാർഡ്. ഓപ്ഷൻ ഡി, ഒന്നുമല്ല. ഇൻഷുറൻസ് വാങ്ങിയ ശേഷം റിസ്ക്കുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുക, ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്നുള്ള കോൺഫിഡൻസിൽ. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ബി, ധാർമ്മിക വിപത്ത്. അതൊരു മോറൽ ഹസാർഡാണ്. ഇൻഷുറൻസ് കമ്പനിയുടെ റിസ്ക് പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഉയർത്തുന്ന പോളിസി ഉടമയുടെ രീതികളാണ് ഈ പറയുന്നത്. അത്തരം അധിക റിസ്കുകളെ അല്ലെങ്കിൽ അതിനെയാണ് മോറൽ ഹസാർഡ് അല്ലെങ്കിൽ ധാർമ്മിക വിപത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത്തരം റിസ്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല എത്രയാണെന്ന്. അതുകൊണ്ട് തന്നെ അതിന് അധിക പ്രീമിയം വാങ്ങാനോ ഒന്നും കഴിയില്ല. അടുത്ത ചോദ്യം 38. മോബിഡിറ്റി എന്നാൽ എന്താണ്? ഒരാൾക്ക് അസുഖം വരാനുള്ള സാധ്യതയും അതിൻ്റെ റിസ്ക്കും. ഓപ്ഷൻ ബി, ഒരാൾ മരിക്കാനുള്ള സാധ്യതയും അതിൻ്റെ റിസ്ക്കും. ഓപ്ഷൻ സി, ഒരാൾക്ക് ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള സാധ്യതയും അതിൻ്റെ റിസ്ക്കും. ഓപ്ഷൻ ഡി, ഒന്നും ശരിയല്ല. മോബിഡിറ്റി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ശരിയായ ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, ഒരാൾക്ക് അസുഖം വരാനുള്ള സാധ്യതയും അതിൻ്റെ റിസ്ക്കുമാണ് മോബിഡിറ്റി എന്നാൽ അർത്ഥമാക്കുന്നത്. അടുത്ത ചോദ്യം 39. പോളിസി ഡോക്യുമെൻ്റ് ലഭിച്ച് ഡാഷ് ദിവസമാണ് ഫ്രീ ലുക്ക് പീരീഡ് അല്ലെങ്കിൽ കൂളിംഗ് കാലാവധി. എത്ര ദിവസമാണ്? ഓപ്ഷൻ എ 5 ദിവസം, ഓപ്ഷൻ ബി 10 ദിവസം, ഓപ്ഷൻ സി 15 ദിവസം, ഓപ്ഷൻ ഡി 25 ദിവസം. ഫ്രീ ലുക്ക് പീരീഡ് കറക്റ്റ് ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻ സി 15 ദിവസം. ഫ്രീ ലുക്ക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദിവസത്തിനകത്ത് പോളിസി ലഭിച്ച ശേഷം ആവശ്യമില്ലെന്ന് തോന്നിയാൽ അല്ലെങ്കിൽ ഈ പോളിസി തൻ്റെ കാര്യങ്ങൾക്ക് ഉചിതമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പോളിസി ഉടമയ്ക്ക് അത് തിരിച്ച് ഇൻഷുറൻസ് കമ്പനിയെ ഏൽപ്പിച്ച് കോൺട്രാക്റ്റ് റദ്ദ് ചെയ്യാം. അതിനുള്ളൊരു കാലാവധിയാണ് 15 ദിവസം. അതിനാണ് കൂളിംഗ് പീരീഡ് അല്ലെങ്കിൽ ഫ്രീ ലുക്ക് പീരീഡ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ 40. ഓരോ ഇൻഷുറൻസ് പ്രപ്പോസലും വിലയിരുത്തുകയും ഇൻഷുറൻസ് നൽകണോ വേണ്ടിയോ എന്നും എന്തായിരിക്കണം പ്രീമിയം എന്നും നിർണ്ണയിക്കുന്ന ജോലിയാണ് രാജീവിന്. രാജീവിനെ എന്ത് വിളിക്കാം? ഓപ്ഷൻ എ, റിസ്ക് സൂപ്പർവൈസർ. ഓപ്ഷൻ ബി, അണ്ടർ റൈറ്റർ. ഓപ്ഷൻ സി, പ്ലാനിംഗ് മാനേജർ. ഓപ്ഷൻ ഡി, അഡ്മിനിസ്ട്രേഷൻ മാനേജർ. പ്രപ്പോസൽ വിലയിരുത്തുക, റിസ്ക് വിലയിരുത്തുക, പ്രീമിയം നിർണ്ണയിക്കുക, ഇതൊക്കെയാണ് രാജീവ് ചെയ്യുന്ന ജോലി. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. അണ്ടർ റൈറ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞതാണ് അണ്ടർ റൈറ്റിംഗ് എന്ന ജോബ്. അടുത്ത ചോദ്യം 41. അനുകൂല പ്രതികൂല ഘടകങ്ങൾക്ക് നൽകുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ അണ്ടർ റൈറ്റ് ചെയ്യുന്ന രീതിയാണ് ഡാഷ്.
ഓപ്ഷൻ എ നിർണയ രീതി അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ് മെത്തേഡ്, ഓപ്ഷൻ ബി സംഖ്യാരീതി അല്ലെങ്കിൽ ന്യൂമറിക്കൽ റേറ്റിംഗ്, ഓപ്ഷൻ സി റേറ്റിംഗ് രീതി, ഓപ്ഷൻ ഡി പ്രാഥമിക അണ്ടർ റൈറ്റിംഗ്. അനുകൂല പ്രതികൂല ഘടകങ്ങൾക്ക് നൽകുന്ന നെഗറ്റീവ് പോസിറ്റീവ് പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അണ്ടർ റൈറ്റ് ചെയ്യുന്നത്, റിസ്ക് അനലൈസ് ചെയ്യുന്നത്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, സംഖ്യാരീതി അല്ലെങ്കിൽ ന്യൂമറിക്കൽ റേറ്റിംഗ്. അടുത്ത ചോദ്യം 42. അണ്ടർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഷുറൻസ് ഏജൻറ്റിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. പ്രാഥമിക അണ്ടർ റൈറ്റർ, ഓപ്ഷൻ ബി അനൗദ്യോഗിക അണ്ടർ റൈറ്റർ, ഓപ്ഷൻ സി ഔദ്യോഗിക അണ്ടർ റൈറ്റർ, ഓപ്ഷൻ ഡി അസിസ്റ്റൻ്റ് അണ്ടർ റൈറ്റർ. അണ്ടർ റൈറ്റിംഗുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഷുറൻസ് ഏജൻറ്റിനെ ഓപ്ഷൻ നോക്കുക, പ്രാഥമിക അണ്ടർ റൈറ്റർ എന്ന് വിളിക്കാം. ആദ്യമായിട്ട് കസ്റ്റമറെ കാണുന്നതും ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതും ആ കസ്റ്റമർ നമ്മുടെ ഒരു പദ്ധതിക്ക് പറ്റിയ ഒരാളാണോ എന്ന് പ്രാഥമികമായിട്ട് വിലയിരുത്തുന്നത് ഏജൻ്റാണ്. അതുകൊണ്ടാണ് ഏജൻറ്റിനെ പ്രാഥമിക അണ്ടർ റൈറ്റർ എന്ന് വിളിക്കാം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 43. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ, പോളിസി നഷ്ടപ്പെടുന്നത് ഇൻഷുറൻസ് കോൺട്രാക്റ്റിനെ ബാധിക്കില്ല. ഓപ്ഷൻ ബി, പോളിസി ഡോക്യുമെൻറ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ ഒപ്പ് പതിച്ച് സ്റ്റാമ്പ് ചെയ്യണം. ഓപ്ഷൻ സി, പോളിസി ഡോക്യുമെൻ്റ് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം സ്റ്റാമ്പ് പതിക്കണം. ഓപ്ഷൻ ഡി, പോളിസി കോൺട്രാക്റ്റ് ആരംഭിച്ചു എന്നതിൻ്റെ തെളിവാണ് പ്രപ്പോസൽ ഫോം. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഡി, പോളിസി കോൺട്രാക്റ്റ് ആരംഭിച്ചു എന്നതിൻ്റെ തെളിവാണ് പ്രപ്പോസൽ ഫോം എന്ന പ്രസ്താവന ശരിയല്ല. ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം 44. ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ തെളിവാണ് ഡാഷ്. എന്താണ് ഒരു ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ തെളിവ്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, ഡിക്ലറേഷൻ, ഓപ്ഷൻ ബി, പോളിസി ബോണ്ട്, ഓപ്ഷൻ സി, പ്രപ്പോസൽ ഫോം, ഓപ്ഷൻ ഡി, ഏജൻറ്റിൻ്റെ എഴുത്ത്. ഇൻഷുറൻസ് കോൺട്രാക്റ്റിൻ്റെ തെളിവാണ്, കറക്റ്റ് ഓപ്ഷൻ നോക്കുക, പോളിസി ബോണ്ട്, നമുക്ക് കിട്ടുന്ന പോളിസി. അടുത്ത ചോദ്യം 45. ഡ്യൂ ഡേറ്റിന് ശേഷവും പ്രീമിയം അടക്കാൻ കിട്ടുന്ന അധിക കാലമാണ് ഡാഷ് എന്നറിയപ്പെടുന്നത്. ഡ്യൂ ഡേറ്റിന് ശേഷവും പ്രീമിയം അടക്കാൻ കിട്ടുന്ന അധിക കാലമാണ് ഡാഷ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, ഫ്രീ ലുക്ക് പീരീഡ്, ഓപ്ഷൻ ബി, ഗ്രേസ് പീരീഡ്, ദാക്ഷിണ്യാവധി, ഓപ്ഷൻ സി, ലോക്ക് ഇൻ പീരീഡ്, ഓപ്ഷൻ ഡി, എക്സ്ട്രാ ടൈം. ഡ്യൂ ഡേറ്റിന് ശേഷവും പ്രീമിയം അടക്കാൻ കിട്ടുന്ന അധിക കാലമാണ് ഡാഷ് എന്നറിയപ്പെടുന്നത്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി, ഗ്രേസ് പീരീഡ്, ദാക്ഷിണ്യാവധി. അടുത്ത ചോദ്യം 46. അണ്ടർ റൈറ്റിംഗിന് ശേഷം നിലവാരമുള്ള ജീവിതങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഓപ്ഷൻ എ, സാധാരണ പ്രീമിയം നിരക്കിൽ, ഓപ്ഷൻ ബി, അധിക പ്രീമിയം അല്ലെങ്കിൽ എക്സ്ട്രാ പ്രീമിയം ഈടാക്കിയിട്ട്, ഓപ്ഷൻ സി, കുറഞ്ഞ പ്രീമിയം നിരക്കിൽ, ഓപ്ഷൻ ഡി, ചില നിബന്ധനകളോടെ. അണ്ടർ റൈറ്റിംഗിന് ശേഷവും നിലവാരമുള്ള ജീവിതങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് ഏത് പ്രീമിയം നിരക്കിലാണെന്നാണ് ചോദ്യം. ശരി ഉത്തരം ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, നിലവാരമുള്ള ജീവിതങ്ങൾ സാധാരണ പ്രീമിയം നിരക്കിൽ സ്വീകരിക്കപ്പെടും. അടുത്ത ചോദ്യം 47. ജോസഫ് ആദ്യമായി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനായി തൻ്റെ 50-ാം വയസ്സിൽ ഒരു ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായ ഒരു നിരീക്ഷണം? ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ, ഒക്കുപേഷണൽ ഹസാർഡാണ്. ഓപ്ഷൻ ബി പറയുന്നു മോറൽ ഹസാർഡ്. ഓപ്ഷൻ സി, ഹെൽത്ത് ഹസാർഡ്. ഓപ്ഷൻ ഡി, സാധാരണ പോലെ പോളിസി നൽകാം. 50-ാം വയസ്സിൽ ആദ്യമായിട്ട് ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുകയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഒരു മോറൽ ഹസാർഡായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും അത്തരം സിറ്റുവേഷൻ. അടുത്ത ചോദ്യം 48. ഇവർക്ക് സാധാരണയിലും കൂടിയ പ്രീമിയം നിരക്ക് നൽകേണ്ടതായിട്ട് വരും. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ, നിലവാരമുള്ള ജീവിതങ്ങൾ, ഓപ്ഷൻ ബി, നിലവാരമില്ലാത്ത ജീവിതങ്ങൾ, ഓപ്ഷൻ സി, നിഷേധിക്കപ്പെടാവുന്ന ജീവിതങ്ങൾ, ഓപ്ഷൻ ഡി, തിരഞ്ഞെടുക്കപ്പെട്ട ജീവിതങ്ങൾ. സാധാരണയിലും കൂടിയ പ്രീമിയം നിരക്ക് നൽകേണ്ടതായിട്ട് വരും. ഏത് കാറ്റഗറിക്കാണ് വരിക? കറക്റ്റ് ഓപ്ഷൻ നോക്കുക. നിലവാരമില്ലാത്ത ജീവിതങ്ങൾ. നിലവാരമുള്ള ജീവിതങ്ങൾ പ്രതീക്ഷിക്കുന്ന റിസ്ക്കാണ്. നിലവാരമില്ലാത്ത ജീവിതങ്ങൾ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റാൻഡേർഡ് ലൈഫ്, അതായത് പ്രതീക്ഷിക്കുന്ന റിസ്കിനേക്കാൾ കൂടിയ റിസ്ക്കുള്ള ജീവിതങ്ങളാണ് നിലവാരമില്ലാത്ത ജീവിതങ്ങൾ എന്ന്
കാറ്റഗറിയിൽ വരിക. അപ്പോൾ അവിടെ റിസ്ക് കൂടുതലാണെന്നുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രീമിയം നിരക്കും കൂടുതലായിരിക്കും അത്തരക്കാർക്ക്. അടുത്ത ചോദ്യം 49. ഇൻഷൂർ ചെയ്തതിനാൽ ഒരു വ്യക്തി അമിതമായി മദ്യപിക്കുന്നത് ഡാഷിനുള്ള ഉദാഹരണമാണ്. ധാർമ്മിക സ്വഭാവം, ബി ഹെൽത്ത് ഹസാർഡ്, സി അധാർമിക സ്വഭാവം, ഡി ധാർമ്മിക വിപത്ത്. കറക്റ്റ് ഓപ്ഷൻ നോക്കുക, ധാർമ്മിക വിപത്ത്, മോറൽ ഹസാർഡ്. ചോദ്യം നമ്പർ 50. ഹെൽത്ത് പോളിസികളിലെ ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതികൾ അവ പ്രാബല്യത്തിൽ വരുന്നതിനും ഡാഷ് മാസങ്ങൾക്ക് മുമ്പ് ഓരോ പോളിസി ഉടമയെയും അറിയിച്ചിരിക്കണം. എത്ര കാലങ്ങൾക്ക് മുമ്പ് അറിയിക്കണം? ഓപ്ഷൻ എ 1 മാസം, ഓപ്ഷൻ ബി 2 മാസം, ഓപ്ഷൻ സി 3 മാസം, ഓപ്ഷൻ ഡി 6 മാസം. ഹെൽത്ത് പോളിസികളിലെ ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതികൾ വരുത്തുകയാണെങ്കിൽ അത് പ്രാബല്യത്തിൽ വരുന്നതിനും ഇത്ര മാസങ്ങൾക്ക് മുമ്പ് ഓരോ പോളിസി ഉടമയും അറിയിച്ചിരിക്കണമെന്ന് നിഷ്കർഷിക്കപ്പെട്ടിട്ടുണ്ട്. കറക്റ്റ് ഓപ്ഷൻ നോക്കുക, 3 മാസം മുമ്പ് ഓരോ പോളിസി ഉടമയും അറിയിച്ചിരിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോകൾക്കും ഇൻഷുറൻസ് അപ്ഡേറ്റുകൾക്കും ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 51. ലാപ്സായ പോളിസിയുടെ കാര്യത്തിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. പോളിസികൾ ലാപ്സാവുന്നത് കൊണ്ട് കമ്പനിക്കും ഇൻഷുർഡിനും ഗുണമുണ്ട്. ഓപ്ഷൻ ബി, പോളിസികൾ ലാപ്സാവുന്നത് കൊണ്ട് ഇൻഷുർഡിന് മാത്രമാണ് ഗുണം. ഓപ്ഷൻ സി, പോളിസികൾ ലാപ്സാവുന്നത് കൊണ്ട് കമ്പനിക്ക് മാത്രമാണ് ഗുണം. ഓപ്ഷൻ ഡി, ലാപ്സായ പോളിസികൾ കൊണ്ട് ഇൻഷുർഡിനോ കമ്പനിക്കോ യാതൊരു ഗുണവുമില്ല. ലാപ്സായ പോളിസിയുടെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഓപ്ഷൻ ഡി, ലാപ്സായ പോളിസികൾ കൊണ്ട് ഇൻഷുർഡിനോ കമ്പനിക്കോ യാതൊരു ഗുണവുമില്ല, മറിച്ച് രണ്ടു പേർക്കും നഷ്ടമാണ് എന്നും പറയാം. അടുത്ത ചോദ്യം, ചോദ്യം നമ്പർ 52. എന്താണ് ബാങ്ക് ഇൻഷുറൻസ്? ബാങ്കുകളെ ഇൻഷുർ ചെയ്യുന്നത്. ഓപ്ഷൻ ബി, ബാങ്കുകളിലൂടെയുള്ള പോളിസി വിൽപ്പന. ഓപ്ഷൻ സി, ഇൻഷുറൻസ് പോളിസികൾക്ക് ബാങ്ക് ഗ്യാരണ്ടി നൽകുന്നത്. ഓപ്ഷൻ ഡി, ഒന്നും ശരിയല്ല. കറക്റ്റ് ഓപ്ഷൻ നോക്കുക, ബാങ്കുകളിലൂടെയുള്ള പോളിസി വിൽപ്പനയാണ് ബാങ്ക് ഇൻഷുറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, ചോദ്യം നമ്പർ 53. ഒരു പോളിസി ഉടമയ്ക്ക് തൻ്റെ ഹെൽത്ത് പോളിസി മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റണമെങ്കിൽ നിലവിലെ പോളിസി പ്രീമിയം പുതുക്കുന്നതിന് ഡാഷ് ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ കമ്പനിയെ അറിയിച്ചിരിക്കണം. എത്ര ദിവസങ്ങൾക്ക് മുമ്പ് മറ്റേ കമ്പനിയെ അറിയിക്കണം എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 25 ദിവസം, ഓപ്ഷൻ ബി 30 ദിവസം, ഓപ്ഷൻ സി 45 ദിവസം, ഓപ്ഷൻ ഡി 60 ദിവസം. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, 45 ദിവസം മുമ്പ് അറിയിച്ചിരിക്കണം. അടുത്ത ചോദ്യം 54. ഗ്രൂപ്പ് ഇൻഷുറൻസ് അണ്ടർ റൈറ്റിങ്ങിന് ഏത് തത്വമാണ് അടിസ്ഥാനമാക്കുന്നത്? ഗ്രൂപ്പ് ഇൻഷുറൻസ് അണ്ടർ റൈറ്റിങ്ങിന് ഓപ്ഷൻ എ ഇൻഡെംനിറ്റി തത്വം, ഓപ്ഷൻ ഡി ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്, ഓപ്ഷൻ സി ശരാശരി തത്വം, ഓപ്ഷൻ ഡി പ്രോബബിലിറ്റി തത്വം. ഗ്രൂപ്പ് ഇൻഷുറൻസ് അണ്ടർ റൈറ്റിങ്ങിന് ഏത് തത്വമാണ് അടിസ്ഥാനമാക്കുന്നത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കണം, ശരാശരി തത്വം, ലോ ഓഫ് ആവറേജ്. അടുത്ത ചോദ്യം, ചോദ്യം നമ്പർ 55. വ്യക്തിഗത അപകട ഇൻഷുറൻസിൽ പരിഗണിക്കപ്പെടുന്ന പ്രധാന ഘടകം ഇൻഷുർഡിൻ്റെ ഡാഷാണ്. വ്യക്തിഗത അപകട ഇൻഷുറൻസ് PA പോളിസികൾ. ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഓപ്ഷൻ എ വയസ്സ്, ഓപ്ഷൻ ബി വരുമാനം, ഓപ്ഷൻ സി ജോലി, ഓപ്ഷൻ ഡി കുടുംബചരിത്രം. വ്യക്തിഗത അപകട ഇൻഷുറൻസിൽ പരിഗണിക്കപ്പെടുന്ന പ്രധാന ഘടകം ഓപ്ഷൻ സി ജോലിയാണ് അയാളുടെ. അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 56. ഇൻഷുറൻസ് കമ്പനികൾ അവർ സ്വീകരിച്ച റിസ്ക് മറ്റ് ഇൻഷുറൻസ് കമ്പനികളുമായി വീണ്ടും ഇൻഷുർ ചെയ്യുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ എ കോ ഇൻഷുറൻസ്, ഓപ്ഷൻ ബി റീ ഇൻഷുറൻസ്, ഓപ്ഷൻ സി കോ പേയ്മെൻറ്റ്സ്, ഓപ്ഷൻ ഡി ഒന്നുമല്ല. ഇൻഷുറൻസ് കമ്പനികൾ അവർ സ്വീകരിച്ച റിസ്ക് മറ്റൊരു ഇൻഷുറൻസ് കമ്പനികളുമായി വീണ്ടും ഇൻഷുർ ചെയ്യാം. അധിക റിസ്ക് വീണ്ടും മറ്റൊരു കമ്പനിയായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണത്.
അത്തരം സംവിധാനത്തെയാണ് ഓപ്ഷൻ ബി റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 57. ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട് ICDയുടെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ഇൻഫോർമൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഓപ്ഷൻ ബി ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഓപ്ഷൻ സി ഇൻറ്റൻസീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. ഓപ്ഷൻ ഡി ഇൻറ്റൻസീവ് ക്രിട്ടിക്കൽ ഡിസീസസ്. ഏതാണ് ICDയുടെ പൂർണ്ണരൂപം? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. അടുത്ത ചോദ്യം നമ്പർ 58. കുറഞ്ഞത് ഡാഷ് മണിക്കൂർ എങ്കിലുമുള്ള ഹോസ്പിറ്റലൈസേഷൻ മാത്രമേ സാധാരണയായി ഹെൽത്ത് പോളിസികൾ കവർ ചെയ്യുന്നുള്ളൂ. ചുരുങ്ങിയത് ഇത്ര മണിക്കൂറിന് ഹോസ്പിറ്റലൈസേഷൻ വേണമെന്നുണ്ട് ഹെൽത്ത് പോളിസികൾ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കുക. ഓപ്ഷൻ എ 20 മണിക്കൂർ, ഓപ്ഷൻ ബി 22 മണിക്കൂർ, ഓപ്ഷൻ സി 24 മണിക്കൂർ, ഓപ്ഷൻ ഡി 48 മണിക്കൂർ. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. 24 മണിക്കൂർ. ചുരുങ്ങിയത് 24 മണിക്കൂർ ഹോസ്പിറ്റലൈസേഷൻ വേണം. അടുത്ത ചോദ്യം 59. ഒരു സാധാരണ ഹെൽത്ത് പോളിസി ആദ്യ 30 ദിവസത്തിന് ശേഷം മാത്രമേ അസുഖങ്ങൾ മൂലമുള്ള ഹോസ്പിറ്റലൈസേഷൻ കവർ ചെയ്യുന്നുള്ളൂ. ഈ പീരീഡാണ് എന്ത് വിളിക്കുന്നത്? ഓപ്ഷൻ എ ഫ്രീ ലുക്ക് പീരീഡ്, ഓപ്ഷൻ ബി വെയിറ്റിംഗ് പീരീഡ് പ്രാരംഭ കാത്തിരിപ്പ്, ഓപ്ഷൻ സി കൂളിംഗ് പീരീഡ്, ഓപ്ഷൻ ഡി നോൺ കവർ പീരീഡ്. സാധാരണ 30 ദിവസത്തിന് ശേഷം മാത്രമേ അതിൽ നിന്ന് ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളൂ. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. വെയിറ്റിംഗ് പീരീഡ് പ്രാരംഭ കാത്തിരിപ്പ് എല്ലാ ഹെൽത്ത് പോളിസികൾക്കും ബാധകമാണത്. അടുത്ത ചോദ്യം നമ്പർ 60. ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമിന് ഏറ്റവും ആവശ്യമായ ഡോക്യുമെൻ്റ്? ഓപ്ഷൻ എ പോളിസി ബോണ്ട്, ഓപ്ഷൻ ബി ഡിസ്ചാർജ് സമ്മറി, ഓപ്ഷൻ സി ഡോക്ടേഴ്സ് റിപ്പോർട്ട്, ഓപ്ഷൻ ഡി വ്യത്യസ്ത ലാബ് റിപ്പോർട്ടുകൾ. ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ കൂടെ സമർപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ചോദിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ ബി ഡിസ്ചാർജ് സമ്മറി, ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡിസ്ചാർജ് സമ്മറി. അടുത്ത ചോദ്യം നമ്പർ 61. വ്യക്തിഗത ഹെൽത്ത് പോളിസികൾ പുതുക്കുന്നതിന് ഡാഷ് ദിവസത്തെ ഗ്രേസ് പീരീഡ് അനുവദിച്ചിട്ടുണ്ട്? എ 15 ദിവസത്തെ, ബി 30 ദിവസത്തെ, സി 45 ദിവസത്തെ, ഡി 60 ദിവസത്തെ. അത് ഡ്യൂ കഴിഞ്ഞു കഴിഞ്ഞാലും ഇത്ര ദിവസത്തിനകം പ്രീമിയം അടച്ചാൽ സ്വാഭാവിക രീതിയിൽ പോളിസി തുടരാം. ഓപ്ഷൻസ് ബി 30 ദിവസത്തെ. ചോദ്യം നമ്പർ 62. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ ഹെൽത്ത് ഇൻഷുറൻസ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ബി ഹെൽത്ത് ഇൻഷുറൻസ് മരണവുമായി ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ സി ഹെൽത്ത് ഇൻഷുറൻസ് അസുഖങ്ങളുമായും മരണവുമായും ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ഡി ഹെൽത്ത് ഇൻഷുറൻസ് അസുഖങ്ങളുമായോ മരണവുമായോ ബന്ധമില്ല. ഏതാണ് ശരിയായ പ്രസ്താവന? കറക്റ്റ് ഓപ്ഷൻ നോക്കുക. എ ഹെൽത്ത് ഇൻഷുറൻസ് അസുഖങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, മോബിഡിറ്റിയായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം 63. ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് PPN അതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ എ പബ്ലിക് പ്രിഫേർഡ് നെറ്റ്വർക്ക്, ഓപ്ഷൻ ബി പ്രിഫേർഡ് പ്രൊവൈഡർ നെറ്റ്വർക്ക്, ഓപ്ഷൻ സി പബ്ലിക് പ്രൈവറ്റ് നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി പീപ്പിൾ പ്രിഫേർഡ് നെറ്റ്വർക്ക്. PPN ശ്രദ്ധിക്കുക. കറക്റ്റ് ഓപ്ഷൻ ബി പ്രിഫേർഡ് പ്രൊവൈഡർ നെറ്റ്വർക്ക്. അടുത്ത ചോദ്യം 64. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ എംപ്ലോയർക്ക് ഒരു ഗ്രൂപ്പ് പോളിസിയിലൂടെ എല്ലാ എംപ്ലോയീസിനെയും കവർ ചെയ്യാം. ഓപ്ഷൻ ബി ബാങ്കിന് ഒരു ഗ്രൂപ്പ് പോളിസിയിലൂടെ എല്ലാ കസ്റ്റമേഴ്സിനെയും കവർ ചെയ്യാം. ഓപ്ഷൻ സി കടയുടമയ്ക്ക് ഒരു ഗ്രൂപ്പ് പോളിസിയിലൂടെ എല്ലാ കസ്റ്റമേഴ്സിനെയും കവർ ചെയ്യാം. ഓപ്ഷൻ ഡി എംപ്ലോയർ എല്ലാ എംപ്ലോയീസിനെയും കവർ ചെയ്യാനായി എടുത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് പോളിസിയിൽ അവരുടെ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിൽ വിപുലീകരിക്കാം. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കറക്റ്റ് ഓപ്ഷൻ നോക്കുക. സി കടയുടമയ്ക്ക് ഒരു ഗ്രൂപ്പ് പോളിസിയിലൂടെ എല്ലാ കസ്റ്റമേഴ്സിനെയും കവർ ചെയ്യാം എന്ന പ്രസ്താവന തെറ്റാണ്. അങ്ങനെ കഴിയില്ല.
ബാക്കി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒന്നുകൂടി വായിച്ച് നോക്കി ഉറപ്പുവരുത്തുക. അടുത്ത ചോദ്യം 65. ഇൻഷുർ ചെയ്യുന്നതിനാൽ ഒരു വ്യക്തി അമിതമായി മദ്യപിക്കുന്നത് ഡാഷിനുള്ള ഉദാഹരണമാണ്. ധാർമ്മിക സ്വഭാവം, ഹെൽത്ത് ഹസാർഡ്. ഓപ്ഷൻ സി അധാർമിക സ്വഭാവം. ഓപ്ഷൻ ഡി ധാർമ്മിക വിപത്ത്. ഇൻഷുർ ചെയ്തതിനാൽ ഒരു വ്യക്തി അമിതമായി മദ്യപിക്കുന്നത് ധാർമ്മിക വിപത്തിനുള്ള ഉദാഹരണമാണ്. അടുത്ത ചോദ്യം, അതിനു മുമ്പ് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കും ഇൻഷുറൻസ് അപ്ഡേറ്റുകൾക്കും ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ചോദ്യം നമ്പർ 66. ഇൻഷുറൻസിൽ മികച്ച വിശ്വാസ സിദ്ധാന്തം ആർക്കൊക്കെ ബാധകമാണ്? ഓപ്ഷൻ എ ഇൻഷുറൻസ് കമ്പനിക്ക്. ഓപ്ഷൻ ബി ഇൻഷുവേർഡിന്. ഓപ്ഷൻ സി ഇൻഷുറൻസ് കമ്പനിക്കും ഇൻഷുവേർഡിനും. ഓപ്ഷൻ ഡി അണ്ടർ റൈറ്റർക്ക്. മികച്ച വിശ്വാസ സിദ്ധാന്തം ആരൊക്കെ ബാധകമാണ്, അല്ലെ ആരൊക്കെ പാലിക്കണം? കറക്റ്റ് ഓപ്ഷൻ നോക്കുക. ഇൻഷുറൻസ് കമ്പനിക്കും ഇൻഷുവേർഡിനും, രണ്ടുപേർക്കും ഒരുപോലെ ബാധകമാണ്. അടുത്ത ചോദ്യം നമ്പർ 67. ഇൻഷുറൻസ് തത്പരത എന്നാൽ? ഓപ്ഷൻ ശ്രദ്ധിക്കുക. എ ഇൻഷുർ ചെയ്യുന്ന വ്യക്തിക്ക് ഇൻഷുറൻസിലുള്ള താല്പര്യം. ഓപ്ഷൻ ബി ഇൻഷുർ ചെയ്യുന്ന വ്യക്തിക്ക് ഇൻഷുറൻസിൽ നിന്നും കിട്ടാവുന്ന ആനുകൂല്യം. ഓപ്ഷൻ സി ഇൻഷുർ ചെയ്യുന്ന വ്യക്തിക്ക് ഇൻഷുറൻസ് എടുക്കാനുള്ള സാമ്പത്തിക കഴിവ്. ഓപ്ഷൻ ഡി ഇൻഷുർ ചെയ്യുന്ന വ്യക്തിക്ക് ഇൻഷുർ ചെയ്യപ്പെടേണ്ട വസ്തു അല്ലെങ്കിൽ അസറ്റിന് മുകളിലുള്ള സാമ്പത്തിക താല്പര്യം. ഇൻഷുറൻസ് തൽപരത എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ശ്രദ്ധിക്കുക, കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്. ഇൻഷുർ ചെയ്യുന്ന വ്യക്തിക്ക് ഇൻഷുർ ചെയ്യപ്പെടേണ്ട വസ്തു അല്ലെങ്കിൽ അസറ്റിന് മുകളിലുള്ള സാമ്പത്തിക താല്പര്യം, ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് ആണ് ഇൻഷുറൻസ് തൽപരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ 68. ഇൻഡെംനിറ്റി തത്വം അനുസരിച്ച് ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്ന പരിധിയാണ് ഡാഷ്. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് തുക. ഓപ്ഷൻ ബി ഇൻഷുറൻസ് തുക വരെയുള്ള യഥാർത്ഥ നഷ്ടം. ഓപ്ഷൻ സി മുൻ നിശ്ചയപ്രകാരമുള്ള ഒരു തുക. ഓപ്ഷൻ ഡി ഇൻഷുർ തുക പരിഗണിക്കാതെ യഥാർത്ഥ നഷ്ടം. ഇൻഡെംനിറ്റി തത്വം അനുസരിച്ചിട്ടാണ് ബെനിഫിറ്റ് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള പരിധിയാണ് ചോദിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഇൻഷുർ തുക വരെയുള്ള യഥാർത്ഥ നഷ്ടം. അതായത് യഥാർത്ഥ നഷ്ടം ഇൻഷുർ ചെയ്ത തുകയിലും കൂടുതലാണെങ്കിൽ അത് കിട്ടില്ല. ഇൻഷുർ ചെയ്ത തുകയായിരിക്കും പരമാവധി കിട്ടുക. അതേസമയം യഥാർത്ഥ നഷ്ടം ഇൻഷുർ ചെയ്ത തുകയിൽ നിന്നും കുറവാണെങ്കിൽ ആ യഥാർത്ഥ നഷ്ടം മുഴുവനായിട്ടും കിട്ടും. അടുത്ത ചോദ്യം 69. ക്ലെയിം നടപടികൾക്കായി ഏതെങ്കിലും ഡോക്യുമെൻ്റ് അധികമായി വേണമെങ്കിലോ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിലോ അത് ക്ലെയിം ലഭിച്ച് ഡാഷ് ദിവസങ്ങൾക്കകം ഒറ്റത്തവണയായി ആവശ്യപ്പെടണം. ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ 5 ദിവസത്തിനകം. ഓപ്ഷൻ ബി 10 ദിവസത്തിനകം. ഓപ്ഷൻ സി 15 ദിവസത്തിനകം. ഓപ്ഷൻ ഡി 25 ദിവസത്തിനകം. ക്ലെയിം ഡോക്യുമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി എന്തെങ്കിലും പേപ്പറുകളോ ബാക്കി ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടെങ്കിലോ എന്തെങ്കിലും കസ്റ്റമർ അടുത്ത് അല്ലെങ്കിൽ പോളിസി ഉടമ അടുത്ത് ചോദിക്കാനോ കൂടുതൽ വ്യക്തത വരുത്താനോ ഉണ്ടെങ്കിൽ അതെല്ലാം ഇത്ര ദിവസങ്ങൾക്കൊക്കെ ഒറ്റത്തവണയായിട്ട് ആവശ്യപ്പെടണം. ഓപ്ഷൻ ശ്രദ്ധിക്കുക. 15 ദിവസത്തിനകം ഒറ്റത്തവണയായിട്ട് ചെയ്യണം എല്ലാ കാര്യങ്ങളും. അല്ലാതെ ഒന്ന് ചോദിക്കുക, അത് പേപ്പർ കൊണ്ടുതരും, മറ്റൊന്ന് ചോദിക്കുക, അങ്ങനെ അനാവശ്യമായിട്ട് ദീർഘിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇതിൻ്റെ പിറകിലുള്ള ഉദ്ദേശം. അടുത്ത ചോദ്യം 70. പോളിസി ക്ലെയിമിന് മതിയായ എല്ലാ രേഖകളും ലഭിച്ചാൽ ഡാഷ് ദിവസത്തിനകം കമ്പനി തീരുമാനമെടുക്കണം. ഓപ്ഷൻ ശ്രദ്ധിക്കുക. 10 ദിവസം, ബി 20 ദിവസം, സി 30 ദിവസം, ഡി 60 ദിവസം. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക. 30 ദിവസം, ഒരു മാസത്തിനകം അല്ലെങ്കിൽ 30 ദിവസത്തിനകം കമ്പനി തീരുമാനമെടുത്ത് ബന്ധപ്പെട്ടവരെ അറിയിക്കണം. അടുത്ത ചോദ്യം 71. ഇൻഷുറൻസ് ക്ലെയിം അനുവദിക്കാൻ മറ്റ് അന്വേഷണങ്ങൾ ആവശ്യമായി വന്നാൽ അത്തരം അന്വേഷണം ഡാഷ് കാലാവധിക്കകം പൂർത്തിയാക്കണം.
ഓപ്ഷൻ എ 2 മാസം, ഓപ്ഷൻ ബി 3 മാസം, ഓപ്ഷൻ സി 6 മാസം, ഓപ്ഷൻ ഡി 8 മാസം. അതായത് ക്ലെയിമിൻ്റെ എല്ലാ പേപ്പറും കിട്ടി, എന്നിരുന്നാലും ചില അന്വേഷണങ്ങൾ ആവശ്യമുണ്ട് ഈ ക്ലെയിം കൊടുക്കുന്നതിന് മുമ്പ് എന്ന് ഇൻഷുറൻസ് കമ്പനിക്ക് തോന്നുകയാണെങ്കിൽ അത്തരം അന്വേഷണങ്ങൾ സ്വാഭാവികമായും നടത്താം. അപ്പോൾ പോളിസി ഉടമയോ അത് ബന്ധപ്പെട്ടവരെയോ അത് അറിയിച്ച ശേഷം ആ അന്വേഷണം നടത്താം. പക്ഷേ അത്തരം അന്വേഷണം ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ പോലും അത് നിശ്ചിത കാലാവധിക്കകം പൂർത്തിയാക്കി തീരുമാനമെടുക്കണമെന്ന് IRDA നിഷ്കർഷിച്ചിട്ടുണ്ട്. ആ കാലാവധിയാണ് ഓപ്ഷൻ സി 6 മാസം. 6 മാസത്തിനകം പ്രസ്തുത അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയിട്ട് തീരുമാനമെടുക്കണം. അടുത്ത ചോദ്യം 72. ഒരു അണ്ടർറൈറ്റർക്ക് ഇൻഷുറൻസ് പ്രപ്പോസ് ചെയ്യുന്ന വ്യക്തിയുടെ റിസ്ക്കുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളുടെയും പ്രാഥമിക സ്രോതസ്സ് ഡാഷാണ്. എവിടെ നിന്നാണ് അണ്ടർറൈറ്റർക്ക് കാര്യങ്ങൾ അറിയുക? ഓപ്ഷൻ എ വയസ്സ് തെളിയിക്കുന്ന രേഖ, ഓപ്ഷൻ ബി സാമ്പത്തിക രേഖകൾ, ഓപ്ഷൻ സി പ്രപ്പോസൽ ഫോം, ഓപ്ഷൻ ഡി ഫാമിലി ഹിസ്റ്ററി. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, പ്രപ്പോസൽ ഫോം. പ്രപ്പോസൽ ഫോമിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതാണ് പ്രാഥമിക സ്രോതസ്. അതിനപ്പുറത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ മറ്റ് പേപ്പറുകൾ ആവശ്യപ്പെടാം, മറ്റ് ടെസ്റ്റ് റിപ്പോർട്ടുകൾ ആവശ്യപ്പെടാം. അത് അണ്ടർറൈറ്ററുടെ തീരുമാനമാണ്. അടുത്ത ചോദ്യം 73. ഏത് ഡോക്യുമെൻറ്റിലാണ് ഒരു ഇൻ പേഷ്യൻറ്റിന് നൽകുന്ന എല്ലാ ചികിത്സാ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക? ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഡിസ്ചാർജ് സമ്മറി, ഓപ്ഷൻ ബി കേസ് പേപ്പർ, ഓപ്ഷൻ സി ഹോസ്പിറ്റൽ രജിസ്റ്റർ, ഓപ്ഷൻ ഡി സെറ്റിൽമെൻറ്റ് ബുക്ക്. ഇൻ പേഷ്യൻറ്റിന് നൽകുന്ന എല്ലാ ചികിത്സാ വിശദാംശങ്ങളും രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? ശ്രദ്ധിക്കുക, കേസ് പേപ്പർ. അടുത്ത ചോദ്യം 74. ക്ലെയിമുകളുടെ സ്ഥിതി അനുസരിച്ച് ഭാവിയിലെ എല്ലാ ക്ലെയിമുകൾക്കുമായി ഇൻഷുറർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നീക്കിയിരിപ്പാണ് ഡാഷ്. ഓപ്ഷൻ എ പൂൾ, ഓപ്ഷൻ ബി ക്ലെയിം പ്രൊവിഷൻ, ഓപ്ഷൻ സി ക്ലെയിം റിസർവ്, ഓപ്ഷൻ ഡി ഇൻസെറ്റിംഗ്. ക്ലെയിമുകളുടെ സ്ഥിതി അനുസരിച്ച് ഭാവിയിലെ എല്ലാ ക്ലെയിമുകൾക്കുമായിട്ട് ഇൻഷുർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു നീക്കിയിരിപ്പ്. കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, ക്ലെയിം റിസർവ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം 75. ഇൻഷുറൻസ് ഏജൻസിന് ലൈസൻസ് നൽകുന്നത്? ഓപ്ഷൻ ശ്രദ്ധിക്കുക, ഇൻഷുറൻസ് കമ്പനി, ഓപ്ഷൻ ബി ഇന്ത്യ ഗവൺമെൻറ്, ഓപ്ഷൻ സി IRDA, ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ആരാണ് ഏജൻസിന് ലൈസൻസ് നൽകുന്നത്? കറക്റ്റ് ഓപ്ഷൻ ശ്രദ്ധിക്കുക, IRDA. ഓക്കെ, സോ IC38 സെക്ഷൻ 1, സെക്ഷൻ 2 എന്നിവയുടെ പ്രാക്ടീസിന് IC38 എക്സാമിനർ വീഡിയോ സീരീസ് 1ഉം വീഡിയോ സീരീസ് 2ഉം കാണുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്കും ഇൻഷുറൻസ് അപ്ഡേറ്റുകൾക്കും ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് and all the very best for your exams. Thank you so much.